ഹായ് നമസ്കാരം, ബിജു ആണേ. എന്നെ വന്നിരിക്കുന്നത് നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ പദ്ധതിയിലൂടെ കേരളത്തിലെ എല്ലാ മയക്കുമരുന്ന് ലഹരി കച്ചവടക്കാരെ മൊത്തം തൂക്കി ചാക്കിലാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ബഹുമാനനായ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനനായ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലേക്കാണ്. അതായത് നമ്മുടെ കേരളത്തിലെ നിരവധി ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ വാഹനങ്ങൾ, 4 വീലറുകൾ ഒരു പരിധിവരെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവരത് കച്ചവടം നടത്തും, അത് വിൽക്കുന്ന സമയത്ത് ഇവരുടെ സ്റ്റിക്കറും മറ്റും അതേ തന്നെ ഇരിക്കുന്നതുകൊണ്ടും ഇങ്ങനെയുള്ള വാഹനങ്ങൾ തന്നെ, അത് ഡോക്ടേഴ്സിന്റെ മാത്രമല്ല, വക്കീലന്മാരുടേത്, അങ്ങനെ പ്രമുഖരായ വ്യക്തികളുടെ കാറുകൾ, വെഹിക്കിൾ അവര് വിറ്റ് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ നോക്കി ഒരു മയക്കുമരുന്ന് വേട്ടക്കാര് അവര് ഇത് ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് സെയിൽ ചെയ്യാനും കച്ചവടം ചെയ്യാനും ഒക്കെ അവർ ഇങ്ങനെയുള്ള വാഹനങ്ങൾ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇതിലാണ് ഇവന്മാര് ട്രാവൽ ചെയ്യുന്നതും ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഇതാണ് എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ബഹുമാന്യനായ രമേശ് ചെന്നിത്തല അത് കർശനമായിട്ടും അതിന് നടപടി ഉണ്ടാക്കണം. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസുകാരും ട്രാൻസ്പോർട്ട് വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ശ്രദ്ധയിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി അടിപൊളിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ശൃംഖലകളെ എല്ലാം പൊട്ടിച്ചുകൊണ്ടുള്ള ഈ മുന്നേറ്റം പൂർണ്ണമായും തുടച്ചു മാറ്റുമെന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജയിലിൽ കിടക്കുന്ന യുവമാര്, തൂഫാനുമായി ക്രിമിനൽ 1 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പോലും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ കഴിച്ചുകൊണ്ടാണ് യുവമാർ ഇതുകളെ കുറ്റകൃത്യങ്ങൾ, അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിൽ പ്രായമുള്ളവരെ പീഡിപ്പിക്കുക, ഇങ്ങനെയുള്ള നിരവധി കുറ്റവാളികൾക്ക് വേണ്ടി നമ്മുടെ നികുതി പണം ഒരു കാരണവശാലും ഇവന്മാർക്ക് ചിക്കനും മട്ടനും കൊടുക്കാനും 500 സാലറി ആയിട്ട് ഡെയിലി ബേസിൽ ഇവന്മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ്? അവര് സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ട് പോയവരല്ല, അല്ലെങ്കിൽ കയ്യബദ്ധം വന്ന് ജയിലിൽ പോകുന്നവരല്ല. ഇവരെല്ലാം രാജ്യദ്രോഹമായ ഇവര് ക്രിയ ചെയ്തുകൊണ്ട് രാജ്യദ്രോഹമായ മയക്കുമരുന്നും കഞ്ചാവും കഴിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് വേണ്ടി യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കരുത്. ഇവന്മാർക്കൊക്കെ പഞ്ചാര വെള്ളം കലക്കി കൊടുത്ത് ഇവന്മാരില്ലാതെ ചെയ്യണം. ഇവന്മാർ നിങ്ങളൊക്കെ സൂക്ഷിച്ചു, ഒരൊറ്റ മയക്കുമരുന്നും ഒരു ലഹരി വസ്തുക്കൾ ഒരു കടയിൽ പോലും കച്ചവടം ചെയ്യാൻ അനുവദിക്കരുതും. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി അങ്ങയുടെ മനസ്സിലുദിച്ച ഈ ദൗത്യത്തിന് എല്ലാ പിന്തുണയും ഒരു കലാകാരൻ എന്ന നിലയിലും എൻ്റെ സുഹൃത്തുക്കളും ഞാനും ഒപ്പമുണ്ടാകും. ലഹരിയുമായി ബന്ധപ്പെട്ട എവിടെ ഇൻഫർമേഷൻ ഉണ്ടായാലും തീർച്ചയായും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും, പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ബിഗ് സല്യൂട്ട്.